അത് കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ മരണമടഞ്ഞു എന്നുള്ളതാണ്. ഉച്ചക്കുളം ഊരിലെ സരോജിനിയാണ് മരിച്ചത്. ആടിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. 5 പേരടങ്ങുന്ന ഒരു സംഘമാണ് ആടിനെ മേയ്ക്കാൻ പോയത്. ഇവർ സ്ഥിരമായി ഇങ്ങനെ പോകുന്നതാണ് എന്നാണ് അല്പസമയം മുൻപ് ഒരു പ്രദേശവാസി നമ്മളോട് പറഞ്ഞത്. മറ്റ് 4 പേർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ സരോജിനിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട സരോജിനിയെ കാട്ടാന ആക്രമിച്ച് കൊല്ലുകയായിരുന്നു എന്നതാണ്. നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് സ്ഥിരമായി ഈ മേഖലകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വനംവകുപ്പിന്റെ അനാസ്ഥ അത് തുടരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് മണികണ്ഠന്റെ സമാന രീതിയിലുള്ള ഒരു സംഭവം, മരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷവും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കടുത്ത ഉദാസീനത അനുഭവപ്പെടുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. RRT ടീം ഒന്നും അവിടെ സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് തങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ അവിടെ പെട്രോളിങ്ങോ ആ തരത്തിലേക്കൊന്നും ഒരു തരത്തിലും നടപടി സ്വീകരിക്കാൻ RRT ഒന്നും തയ്യാറാകുന്നില്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് എത്തും, പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഒരു ആദിവാസി ഊരാണ് ഉച്ചക്കുളം എന്നുള്ളത്. അവിടെ താമസിക്കുന്ന കൃഷി ഒക്കെ ചെയ്താണ് ഇവിടെയുള്ളവർ ഉപജീവനം നടത്തുന്നത്. പലതരത്തിലുള്ള കൃഷി ചെയ്ത് മഞ്ഞളും ഇഞ്ചി ഉൾപ്പെടെയുള്ള കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നൊക്കെ നേരത്തെ നമ്മോട് സംസാരിച്ച ആൾ പറയുന്നുണ്ടായിരുന്നു. കാട്ടുപന്നിയും അതുപോലെ തന്നെ കുരങ്ങുകളും ഒക്കെ ഉൾപ്പെടെ ഉള്ളവരുടെ ശല്യം ഭീകരമാണ്. അതിനിടെയാണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ഈ സരോജിനി എന്ന സ്ത്രീക്ക് മരണം സംഭവിച്ചത്. കൃഷി ചെയ്ത് ജീവിക്കുന്നവർ വനത്താലും പുഴയോടുമൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. മലപ്പുറം മൂത്തേടത്ത് ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരോജിനി എന്ന സ്ത്രീ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ അല്പസമയം മുൻപ് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരണമടഞ്ഞത്. അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന 4 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ്. ഈ മേഖലയിൽ നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ RRT സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള പെട്രോളിങ്ങോ അത്തരത്തിലേക്കൊന്നും ഒരു നടപടികളും ഇല്ല എന്നൊക്കെ അവർ പറയുകയാണ്. സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ പ്രദേശവാസി പറയുന്നത് കഴിഞ്ഞ ദിവസവും സമാന ആക്രമണമൊക്കെ ഉണ്ടായിട്ടും ഒരു തരത്തിലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് നിലവിൽ ഈ ആളുകളൊക്കെ തന്നെ ആരോപിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഒരു കാട്ടാനാക്രമണം അരങ്ങേറിയിട്ട് പോലും കാര്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ ഈ കുടുംബം അല്ലെങ്കിൽ നാട്ടുകാരും കുടുംബവും സമ്മതിച്ചിട്ടില്ല. ഈ DFO ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്നും മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തുടർച്ചയായുള്ള കാട്ടാനാക്രമണം നിന്നും രക്ഷ വേണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ആവശ്യം. കാരണം ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഒരു ജീവൻ കാട്ടാനാക്രമണത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വനം വകുപ്പ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ആളുകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഈ DFO ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്താതെ ഈ മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ നിലവിൽ ആളുകളുടെ നിലപാട്. ഏതാണ്ട് 11 മണിയോട് കൂടെയാണ് ഈ നിലവിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ വനത്തിൽ ഈ ആദിവാസി ഊരിലെ താമസിക്കുന്ന ഈ കാര്യന്റെ ഭാര്യ സരോജിനി എന്ന് പറയുന്ന സ്ത്രീയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാനും ഈ പോത്തിനെ മേയ്ക്കാനും ഒക്കെയായി വനത്തിലേക്ക് പോയതായിരുന്നു. അതിനിടയിലാണ് ഈ കാട്ടാന ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. ഈ പുഴയാലും അതോടൊപ്പം തന്നെ വനത്താലും ചുറ്റപ്പെട്ട ഒരു മേഖലയാണ് ഈ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടം. അതുകൊണ്ട് തന്നെ പതിവ് പോലെയാണ് ഇവർ ഇത്തവണയും വനത്തിലേക്ക് പോയത്. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ അങ്ങനെ കൃത്യമായി എത്താത്ത ഒരു മേഖല കൂടിയായതിനാൽ അതിവേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ വനമേഖലയിൽ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ജീവൻ പൊലിഞ്ഞത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ പറയുന്നത് എന്നേക്കുമായുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിൽ അന്നും മണികണ്ഠന്റെ മരണശേഷവും മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ചില കാര്യങ്ങൾ ഉറപ്പ് നൽകിയിരുന്നല്ലോ. എന്തെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. സമീർ, ഗുരുതരമായ അനാസ്ഥയല്ലേ? അനുജ, ഈ മണികണ്ഠൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ മന്ത്രി അടക്കമുള്ളവർ ഈ സ്ഥലം സന്ദർശിക്കുകയും DFO ഓഫീസ് അടക്കമുള്ള സന്ദർശിക്കുകയും ചർച്ചകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നെങ്കിലും എന്നാൽ കാര്യമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനായിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്നാൽ
അന്ന് സാമ്പത്തിക സഹായമൊക്കെ തന്നെ നൽകിയിരുന്നെങ്കിലും ഈ വന്യമൃഗ ആക്രമണം ചെറുത്തു തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആരോപണം. അതുകൊണ്ട് കൂടിയാണ് ഒരു ജീവൻ കൂടി വീണ്ടും പൊലിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടുകൂടിയാണ് ഈ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ സാഹചര്യത്തിൽ നാട്ടുകാർ ഒരു സമരത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അവിടെയുള്ളവരെല്ലാവരും. പക്ഷേ ഈ കാട്ടാന മാത്രമല്ല, അവിടെ പലതരത്തിലുള്ള വന്യമൃഗ ശല്യമുണ്ട്. കാട്ടുപന്നി, കുരങ്ങ് ഉൾപ്പെടെയുള്ളവരുടെ ശല്യം അതവരുടെ കൃഷിയെയും ഒക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും വനം വകുപ്പിന് ഇതൊന്നും ഒരു ബാധകമേ അല്ല എന്ന തരത്തിലേക്കാണോ അവരുടെ നിലപാട്? തികച്ചും നിഷേധാത്മകമായൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അനുജ, ഇത്തരത്തിലാണ് നാട്ടുകാരും പറയുന്നത്. കാരണം മനുഷ്യ ജീവന്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന് നൽകുന്ന വില മനുഷ്യജീവന് നൽകുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് അതായത് കാട്ടാനക്കും മറ്റു മൃഗങ്ങൾക്കും നൽകുന്ന സംരക്ഷണം ഒരു മനുഷ്യജീവന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. സ്ഥിരമായി കൃഷി ചെയ്തും ഈ വനവിഭവങ്ങൾ ശേഖരിച്ചും ആടിനെ മേയിച്ചും ഒക്കെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ആദിവാസി ഈ കുടുംബങ്ങളൊക്കെ തന്നെ. എന്നാൽ ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിലവിൽ വനംവകുപ്പിനെ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഉണ്ടായ ഒരു ജീവൻ പൊലിഞ്ഞ ഒരു സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഈ നാട്ടുകാരും ഈ ആദിവാസി കുടുംബങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത് ഇന്ന് ഈ വന്യമൃഗ ശല്യം, ഈ കൃഷി നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഇത്തരത്തിൽ ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഇവയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നീട് ഒരു പരിഹാരം ഉണ്ടാകാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണയും പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. അതെ, ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്നുണ്ടോ നാട്ടുകാർ? മറ്റൊന്ന്, മൃതദേഹം എവിടെയാണുള്ളത്? ആശുപത്രിയിലേക്ക് എത്തിച്ചോ? അനുജ, നിലവിൽ മൃതദേഹം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. DF ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ് നിലവിൽ ആദിവാസി കുടുംബങ്ങളുടെ നിലപാട്. എന്നാൽ ഇവിടെ കാര്യമായ നെറ്റ്വർക്ക് സംവിധാനത്തിന്റെ പരിമിതി മൂലം നമുക്ക് ദൃശ്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല. എങ്കിലും നിലവിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. DF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഇതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഈ ശരീരം മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബങ്ങൾ വ്യക്തമാക്കുന്നത്. അതാണ്, DFO അങ്ങോട്ടേക്ക് എത്തിച്ചേരാതെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്ന ഒരു പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഉള്ളത്. തികച്ചും ന്യായമായ ഒരു പ്രതിഷേധമാണ്, ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി മണികണ്ഠന്റെ മരണം നമ്മൾ കുറച്ച് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് മന്ത്രിയൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയും സ്ഥലം സന്ദർശിക്കുകയും ഉറപ്പുകൾ നൽകുകയും ചെയ്തു. എന്നാൽ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. സാമ്പത്തിക സഹായത്തിൽ ഇതെല്ലാം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തീരുന്നതല്ല ഈ പ്രശ്നം. കാരണം അവിടെ താമസിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം. RRT സംഘത്തിൻ്റെയൊക്കെ ഒരു പെട്രോളിംഗ് എന്നൊക്കെയുള്ളത് ഇതിൽ പ്രാഥമികമായി ചെയ്യേണ്ടുന്ന ഒന്നാണ്. അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു മലപ്പുറത്ത് കാട്ടാന ആക്രമണം.